സൗമ്യ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ഹൽവയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: പൈനാപ്പിൾ വേണം, വെള്ളം വേണം, മൈദപ്പൊടി വേണം, 4 ഏലക്ക പൊടിച്ചത്, 1 കപ്പ് പഞ്ചസാര, കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി ആൻഡ് ചെത്തിത്തൊലി കളയാൻ പോവാണ്. അതിന് ശേഷം നമുക്ക് കുറച്ച് വലിയ പീസായിട്ടും കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസായിട്ടും നമുക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ ഞാനിവിടെ പൈനാപ്പിള് വലിയ പീസായിട്ട് ഏകദേശം ഈ വലിപ്പത്തില് കാണാമല്ലോ, ഈ വലിപ്പത്തില് മുട്ട പീസുകളായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ഇത് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട്, ചെറിയ പീസ് മതി, കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് 1 കപ്പ് പൈനാപ്പിൾ അരിഞ്ഞു വെച്ചതാണ് ഇത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവിടെ വെച്ചിരുന്ന മൈദപ്പൊടി നമുക്ക് അരിച്ചെടുക്കണം. 2 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കണം ഈ മൈദപ്പൊടി. ഓക്കെ, നമുക്കിപ്പോ അരിച്ചതിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റ് ഒക്കെ നമുക്ക് കളയാം. കാരണം നമ്മൾ അങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ അരിച്ചു വെച്ചിരിക്കുന്ന മൈദപ്പൊടി നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ പൈനാപ്പിൾ കഷ്ണങ്ങൾ നമുക്ക് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കണം. പിന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ട് ഈ രീതിയിൽ നമ്മൾ അരിച്ചെടുക്കണം. ഓക്കെ, പൈനാപ്പിൾ ജ്യൂസ് നമുക്ക് അരിച്ചെടുക്കണം. ജ്യൂസ് ഒരു 2 കപ്പുണ്ട്. ഇനി നമുക്ക് പിന്നെ ഇതിന് മിച്ചം വരുന്ന മട്ട് ഉപയോഗിക്കേണ്ടതായിട്ടില്ല, അത് നമുക്ക് കളയാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ചെറിയ നമ്മൾ അരിഞ്ഞു വെച്ച പൈനാപ്പിളിന്റെ കഷ്ണങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ചെറുതായിട്ട് പഞ്ചസാരക്കകത്തിട്ട് മുറിച്ച് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചു, ഗ്യാസ് ഓൺ ചെയ്യുകയാണ്. ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. ഇനി 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇടാം. അതിനുശേഷം നമുക്ക് ഈ ചെറിയ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. വേറെ വെള്ളമൊന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പൈനാപ്പിളിൽ തന്നെ ഇതിനകത്ത് 2 പേരും കൊണ്ട് പഞ്ചസാരയും പൈനാപ്പിളും അലിഞ്ഞു ചേർന്ന് വെള്ളം ഇറങ്ങിക്കോളൂ. ഇങ്ങനെ നമുക്കൊരു 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഏകദേശം കണ്ടോ ഈ രൂപത്തിൽ ആകുന്നിടം വരെ ആകുമ്പോഴത്തേനും നമുക്ക് ഇത് മാറ്റി വെക്കാവുന്നതാണ്. ഇത് ബ്രൗൺ കളർ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് ഈ കാഷ്യൂനട്ടും ഉണക്കമുന്തിരി വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുവാണ്. ഈ സോസ് പാനിലാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഞാൻ ഈ സെയിം സോസ് പാനിലോട് തന്നെയാണ് മൈദമാവും കൂടെ നമുക്ക് ചെറുതായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. തീ ഓൺ ചെയ്യുകയാണ്. ഇനി നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്കതെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. കറക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് നിറം ഒന്ന് മാറിയാൽ മതി.
ചെറുതായിട്ട് വീർത്ത് വരുമ്പോഴത്തേനും നമുക്ക് മാറ്റാവുന്നതാണ്. ഈ കുറച്ച് വിട്ടിട്ട് വേണം ഇത് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് അത് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഈ അരിപ്പൊടി ഈ പൊടി കരിഞ്ഞു പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കട്ടയാകാൻ പാടില്ല. നമുക്ക് വിളയിച്ച് വെച്ചേക്കുന്ന പൈനാപ്പിള് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് 1 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത്, എന്നാലുള്ള നല്ല മധുരം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ പൈനാപ്പിൾ എടുക്കുമ്പോഴത്തേനും നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പുളിയുള്ള എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ആവില്ല. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല കുഴമ്പ് പരുവത്തിൽ ആകുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് 1-2 സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ച ഏലക്കായും കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഈ ഏലക്ക പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് മധുരം നോക്കാവുന്നതാണ്. ഒത്തിരി മധുരം വേണ്ടവർക്ക് അതനുസരിച്ച് മധുരം ചേർക്കാവുന്നതാണ്. ഞാൻ ഇച്ചിരി മധുരത്തിന്റെ ആളായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ മധുരം എനിക്ക് വേണം തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. ഒരു 2-3 സ്പൂണ് പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ആകുമ്പോഴത്തേനും നന്നായിട്ട് കുഴഞ്ഞു വരണം. അന്നേരത്തേനും നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മുട്ടിപ്പിടിക്കരുത്. വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനവും ഇട്ടിട്ടില്ല. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരണം. ഈ രൂപത്തില് നന്നായിട്ട് വരണം. ഈ രൂപത്തിലാകുമ്പോഴത്തേനും ഇങ്ങനെ വിട്ട് പോരണം. ഇങ്ങനെ വിട്ട് പോരുന്ന ഈ സമയത്തേനും നമുക്ക് പയ്യെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ ഈ അലുവ ഇട്ട് വെക്കാൻ പോകുന്നത്. അതിൽ ഞാൻ കുറച്ച് നെയ്യ് പരട്ടി എല്ലായിടത്തും നന്നായിട്ട് പരട്ടിയിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് പരട്ടിയിട്ടുണ്ട്. കാരണം നെയ്യ് പരട്ടുന്നത് ഇത് പെട്ടെന്ന് വിട്ടുപോരുന്നതിന് വേണ്ടിയിട്ടാണ്. സ്പൂൺ വെച്ച് പയ്യെ പരത്തി കൊടുക്കാം. പരത്തി സെറ്റ് ചെയ്ത് നല്ല ലെവലാക്കി വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഈ രൂപത്തിലേക്ക് നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാവുന്നതാണ്. നല്ല ലെവലായിട്ട്. ഇനി നമുക്കിത് ഒരു 2-3 മണിക്കൂർ നേരത്തേന് എത്ര മണിക്കൂർ വെക്കുന്നു അത്രയും നല്ലത്. ഒരു 2-3 മണിക്കൂർ വെച്ചാൽ മതിയായിരിക്കും. 3 മണിക്കൂർ വെച്ചാൽ മതി. 3 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതെടുക്കാം. ഇപ്പൊ 3 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ കത്തിയും കൊണ്ട് പയ്യെ സൈഡൊന്ന് വരഞ്ഞു കൊടുക്കാം. അത് നമുക്ക് പെട്ടെന്ന് അലുവ ഇങ്ങനെ വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ ആ അലുവ ആ പാത്രത്തിൽ ഇങ്ങോട്ട് കമത്തി അങ്ങ് വെച്ചു. അപ്പൊ കണ്ടില്ലേ, നല്ല ഷേപ്പില് നല്ല രസമായിട്ടിരിക്കുന്നു. കണ്ടില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ. ഈ അലുവ ഉണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും എടുത്തില്ല. ആകെ എനിക്ക് ഉണ്ടാക്കാൻ എടുത്ത സമയം 30 മിനിറ്റ് ആയിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അലുവയാണ് പൈനാപ്പിൾ അലുവ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നെ അറിയിക്കണം. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. 2 വട്ടം ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ അയച്ചു കൊടുത്തായിരുന്നു, പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഒരു വീഡിയോ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത്. എല്ലാവരും ട്രൈ ചെയ്യുക. അതോടൊപ്പം ഇഷ്ടമായെങ്കിൽ എന്നെ
ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.